afternoon, everybody. Yes, a very warm good afternoon to one and all. This is Varsha from Teachers Academy. Welcome to yet another live session from Teachers Academy, especially for the exam preparation. Yes, so I'll just wait for a couple of minutes for people to join. So first of all, I want to tell you, I want to wish each and everyone who is going to give their exam on this Saturday, that is March 23, a very a warm wishes from my side. That is, do best, do your best, give your best. Hello, good morning, good afternoon, Angel. Yes, all the best from our side, from our academy side. Do well, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ ടെൻസ്ഡ് ഒന്നും ആവാണ്ട് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് തരുന്നത്. സോ ഐ റിയലി ഹോപ്പ് ദാറ്റ് എവറിബഡി ഈസ് ഗോണ ഗീവ് ബെസ്റ്റ്, ഐ നോ. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ നമ്മൾ വിൽ ബി ഹാവിങ് എൻ ഓവർവ്യൂ ഓൺ ദ സെയിം. സോ ദാറ്റ് ഇസ് വൈ ഐ എം ഹിയർ വിത്ത് യു, എസ്പെഷ്യലി ഫോർ സ്പീക്കിംഗ്, ബിക്കോസ് യു നോ ദാറ്റ് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എ ഗ്രേഡ് ഷുവറായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലെറ്റ്സ് ഹാവ് എ ക്വിക്ക് റിവ്യൂ ഓൺ വാട്ട് ആർ ദ തിങ്സ് വി നീഡ് ടു ഫോക്കസ് ഓൺ സോ ആസ് ടു സെക്യൂർ എ ഗ്രേഡ് ഇൻ ദി OET speaking. Yes, very good afternoon to everybody. Okay. Yeah, so what are the things that we need to focus on when we are going for the examination? അപ്പോൾ നമ്മൾ എക്സാമിന് പോകുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വേ ഓഫ് പ്രസൻറ്റേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ആസ് യു പീപ്പിൾ നോ. എന്തുകൊണ്ടാണ് അത് അത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ബിക്കോസ് ജസ്റ്റ് എവറിബഡി നോ ദാറ്റ് ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ, ആ ഒരു ഗിവൺ ടൈമിൽ നമ്മൾ എങ്ങനെ കോൺവേഴ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ നമുക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് സോ ആസ് ടു സെക്യൂർ എൻ എ ഗ്രേഡ്? ഓക്കെ, എ ഗ്രേഡിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം, നമ്മൾ OET സ്പീക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കൊന്നും ആദ്യമേ നമ്മൾ ഹാളിലേക്ക് വരുന്നു. ആൻഡ് യു നോ ദാറ്റ് ദിസ് ഇസ് എൻ ഇൻഡിവിജ്വൽ സെഷൻ, 1-on-1 സെഷനാണ്, ഇൻഡിവിജ്വൽ സെഷൻ. സോ വൺസ് യു എൻ്റർ ഇൻ ടു ദി എക്സാമിനേഷൻ ഹാൾ, അറ്റ് ഫസ്റ്റ് വിൽ ബി ഗോയിങ് ടു ഹാവ് നമുക്ക് എന്തായിരിക്കും ഉണ്ടായിരിക്കുക, ഒരു ബ്രീഫ് ഇൻട്രോ ആയിരിക്കും. ലൈക്ക് ദേ വിൽ ബി ഇൻട്രൊഡ്യൂസിങ്, ദ ഇൻ്റർലോക്യൂട്ടർ വിൽ ബി ഇൻട്രൊഡ്യൂസിങ് ദെംസെൽഫ്, ആൻഡ് സൂൺ ആഫ്റ്റർ ദാറ്റ് ദേ വിൽ ബി യെസ്, and you have to give your intro. They'll be just verifying your name and your passport. Soon after that, ഒരു overview ആണ് പറയുന്നത് for those people who are new. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ചെന്നു ആൻഡ് അതിനുശേഷം തന്നെ റെക്കോർഡിംഗ് സെഷൻ ആണ്. സോ ദേ വിൽ ബി ജസ്റ്റ് ഇൻട്രൊഡ്യൂസിങ് ദെംസെൽഫ്, ഇൻ്റർലോക്യൂട്ടർ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. സൂൺ ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു ഗീവ് യുവർ ദേ വിൽ ബി ജസ്റ്റ് കൺഫേമിങ് യുവർ നെയിം, വെരിഫൈയിങ് യുവർ നെയിം ആൻഡ് ഓൾസോ യുവർ ID. Okay, soon after that, just like Suchitra has commented, നമ്മുടെ warm up session ആണ് നമ്മുടെ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത്, and it's pretty important also, right? എന്തുകൊണ്ടാണ്? സി വി ഓൾ നോ ദാറ്റ് ദർ ഇസ് നോ അസസ്മെൻറ്റ് ഫോർ വാം അപ്പ് അല്ലേ? നമ്മുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി വാം അപ്പ് സെക്ഷനാണ്. നമുക്കറിയാം അസസ്മെൻറ്റ് ഇല്ല, ബട്ട് സ്റ്റിൽ ദെൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അവിടെ തന്നെ നമുക്കൊരു ഇമ്പാക്റ്റ് കൊടുക്കാൻ പറ്റണം. എന്തുകൊണ്ടാണ് വാം അപ്പ് സെക്ഷൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്നത്? Because everything is being recorded and anyone listening to your recording first, yes, for sound record, yes, definitely, because ഇവിടെ നമുക്ക് അസസ്മെൻറ്റ് ഇല്ല എന്നുള്ള കാര്യം ഫോർ ഷുവർ ആണ്, നമുക്കറിയാം. ബട്ട് സ്റ്റിൽ ദെൻ ഇപ്പോൾ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് വെൻ ദ പേഴ്സൺ ഇസ് ലിസണിങ് ടു ദി റെക്കോർഡിംഗ്, നമ്മുടെ അസസർ റെക്കോർഡിംഗ് കേൾക്കുമ്പോൾ ഏറ്റവും ആദ്യമേ കേൾക്കുന്ന കാര്യം എന്തായിരിക്കും? ഡെഫിനറ്റ്ലി നമ്മുടെ വാം അപ്പ് സെക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ റിക്വസ്റ്റ് യു ഓൾ ടു ഗീവ് യുവർ ബെസ്റ്റ് ഫ്രം ദെയർ ഇറ്റ് സെൽഫ്. ഓക്കെ, നമ്മുടെ ഇമ്പോർട്ടൻസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അതാണ്. അസസ്മെൻറ്റ് ഇല്ല എന്ന് കരുതിയിട്ട് ആ ഒരു ലാഘവത്തിൽ എടുക്കാൻ പാടില്ല. വി ഹാവ് ടു ഗീവ് അവർ ബെസ്റ്റ് ഫ്രം ദി ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ്, ഗിവിങ് ആൻ ഇമ്പാക്റ്റ് ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് ടു ദ അസസർ ഹു എവർ മൈറ്റ് ബി ലിസണിങ് ടു യുവർ ഓഡിയോ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ വാം അപ്പ് സെക്ഷന് അസസ്മെൻറ്റ് ഇല്ല, വൺസ് അഗൈൻ ഐ എം സെയിങ്, ബട്ട് സ്റ്റിൽ ദെൻ യു ഹാവ് ടു ഗീവ് യുവർ ബെസ്റ്റ്. വൈ സോ? ജസ്റ്റ് ലൈക്ക് എ മെൻഷൻ. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ആദ്യമേ കേൾക്കുന്നത് ആ ഒരു വാം അപ്പ് പാർട്ടായിരിക്കും, അല്ലാതെ ഡയറക്റ്റ്ലി നമ്മൾ ആ ഒരു റോൾ പ്ലേ കാർഡ് പ്രസൻറ്റേഷനിലേക്ക് പോവല്ല. ഏറ്റവും ആദ്യമേ കേൾക്കുന്നത് വാം അപ്പ് ആണ്. അതുകൊണ്ട് തന്നെ ഗീവ് യുവർ ബെസ്റ്റ് ഫ്രം ദെയർ ഇറ്റ് സെൽഫ്. ഓക്കെ, സോ ദാറ്റ് ഇസ് മൈ
റിക്വസ്റ്റ് ടു ഈച്ച് ആൻഡ് എവറി വൺ ഹിയർ. പിന്നെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആണ് ക്വസ്റ്റ്യൻസ് ഒക്കെ. വാം അപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഐ നോ യു പീപ്പിൾ ആർ ഓൾസോ പ്രിപ്പയർഡ് ഫോർ ദ സെയിം. അപ്പോൾ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഇപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി എങ്ങനെയായിരിക്കും? സോ വൈ ഡിഡ് യു ചൂസ് നഴ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ചാടി കയറിയ ഒരു ആൻസർ പറയുന്നത് വെൽ ഐ ചൂസ് നഴ്സിംഗ് എന്ന് പറഞ്ഞങ്ങ് തുടങ്ങുകയല്ല. അവിടെയും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് ഒരു ആൻസർ കിട്ടുന്ന രീതിയിലാവരുത്. ലൈക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ അവർ ചോദിച്ചു എന്നുള്ളൊരു ഇംപ്രഷൻ അവർക്ക് കിട്ടാൻ പാടില്ല. ലൈക്ക് ഡോണ്ട് ജമ്പ് ഇൻ ടു ആൻസർ ഓൾ ഓഫ് എ സഡൻ. ലൈക്ക് അവർ ചോദിച്ച് നിർത്തി ഒട്ടനെ തന്നെ ആൻസർ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും ആ കേൾക്കുന്ന ആൾക്ക് നമുക്ക് പെട്ടെന്ന് വി ക്യാൻ മേക്ക് എ ജഡ്ജ്മെൻറ്റ് ദാറ്റ് യു ആർ എക്സ്പെക്ടിങ് ദിസ് ക്വസ്റ്റ്യൻ. അങ്ങനത്തെ ഒരു അപ്രോച്ച് കൊടുക്കാതെ അവിടെ തന്നെ ഒരു ഇമ്പാക്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, വെൻ എ പേഴ്സൺ ഇസ് ആസ്കിങ് യു ദിസ് ക്വസ്റ്റ്യൻ, വി നോ ദാറ്റ് ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് വൈ ഡിഡ് യു ചൂസ് ടു ബി എ നഴ്സ്. എല്ലാ ക്വസ്റ്റ്യൻസും ഡിറക്റ്റ് തന്നെ ആയിരിക്കും എന്നുള്ള ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റില്ല. യെസ്, വൈ ഡിഡ് യു ചൂസ് നഴ്സിംഗ് ആൻഡ് വൈ ഡിഡ് യു ചൂസ് OET അല്ലെങ്കിൽ വിച്ച് ഇസ് യുവർ ഡ്രീം ഡെസ്റ്റിനേഷൻ, കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം, ലൈക്ക് വെൻ യു ആർ ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ ഓഫ് വിച്ച് യു ആർ ക്വൈറ്റ് ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു അപ്രോച്ച് കൊടുക്കുന്നതിൽ അത്ര ഒരു ലൈക്ക് ഇമ്പാക്റ്റ് അങ്ങനെയല്ല അപ്രോച്ച് ചെയ്യേണ്ടത് ആ ഒരു ക്വസ്റ്റ്യനിൽ. സോ വെൻ യു ഗെറ്റ് എ ക്വസ്റ്റ്യൻ, ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോഴത്തേക്കും വാട്ട് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു നീഡ് ടു ഡു, നമുക്ക് ആ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്ന രീതിയും എങ്ങനെയായിരിക്കണം, ഇറ്റ് ഷുഡ് ബി ഡിഫറെൻറ്റ്. ഓക്കെ, സോ ഫാമിലിയർ ക്വസ്റ്റ്യൻസ്, നമുക്ക് ആദ്യമേ ആ ഫാമിലിയർ ക്വസ്റ്റ്യൻസ് ഏതാണെന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബിക്കോസ് വെൻ ആർ സ്റ്റുഡൻസ് ഗോ ഫോർ ദി എക്സാമിനേഷൻ വി യൂസ് ടു കളക്ട് എ ഡേറ്റ ഫ്രം ദെം റിഗാർഡിംഗ് വാട്ട് ആർ ദ ക്വസ്റ്റ്യൻസ് ബീങ് ആസ്ഡ്. സോ ആദ്യമേ ഒരു കാര്യം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, direct questions like why did you choose to be a nurse, tell me about your why did you choose this OET, direct ആയിട്ട് പ്രതീക്ഷിക്കരുത്. ഓക്കെ, സോ നമുക്ക് അവർ വേണമെങ്കിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുക. സോ ഹൗ ഡിഡ് യു എൻഡഡ് അപ്പ് ഇൻ ദിസ് പ്രൊഫഷൻ, ഓക്കെ, ഓർ വൈ ഡിഡ് യു പെർട്ടിക്കുലർലി ചൂസ് ദിസ് പ്രൊഫഷൻ, അല്ലെങ്കിൽ പല രീതിയിലാവാം അവർ ചോദിക്കുന്നത്. ഓക്കെ, സോ ടെൽ മീ ദ റീസൺ വൈ ഡിഡ് യു ചൂസ് നഴ്സിംഗ്, അങ്ങനെയും ചോദിക്കാം. അപ്പോൾ നമ്മളൊരു എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് പെട്ടെന്നൊന്ന് മാറുമ്പോഴത്തേക്കൊന്നും ഡോണ്ട് ഗീവ് ദാൻ ഇംപ്രഷൻ, എക്സ്പ്രഷൻ ഓൾസോ. ലിസൺ ടു ദ ക്വസ്റ്റ്യൻ വെരി കീൻലി, വൺ തിങ്. ഓക്കെ, സോ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ സെയിം ഫോമാറ്റിൽ തന്നെ ആവണം എന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഡിറക്റ്റ് ആവണമെന്നില്ല, മേ ബി ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. സോ ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദിസ് തിങ്. ഓക്കെ, ഡിറക്റ്റ് ആയിട്ടല്ല ചോദിക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കി അതിനുള്ള അപ്രോച്ച് കൊടുക്കുക. യെസ് സുചിത്ര, ഹൂ ഈസ് യുവർ റോൾ മോഡൽ, അതും ഒരു കോമൺ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫസ്റ്റ് തിങ്, ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം, ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ വരണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, അക്കോർഡിംഗ് ടു ദി സിറ്റുവേഷൻ ആയിരിക്കണം നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം നമ്മളൊരു അപ്രോച്ച് കൊടുക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് തിങ്, ഈ പറഞ്ഞ പോലെ ഫാമിലിയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം. ഫാമിലിയർ ആയിട്ടുള്ള നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ, കോമൺലി ചോദിച്ച് കണ്ടുവരുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ് തിങ്, വൈ ഡിഡ് യു ചൂസ് ടു ബി എ നഴ്സ്, or why did you choose nursing? പിന്നെന്താണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ why did you choose OET? Okay, then tell me about your typical day as a nurse or your routine day at work. അത് യൂഷ്വലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വി നോ ദാറ്റ് നമുക്കൊരു ഹോൾ ലെങ്ത്തിൽ പറയേണ്ടതാണ്, ഫ്രം ദി ബിഗിനിങ് ടിൽ ദി എൻഡ്. ടേക്കിംഗ് ദി ഹാൻഡ് ഓവർ ആൻഡ് ഓൾസോ ഗീവിംഗ് ദ ഹാൻഡ് ഓവർ വരെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. സിമ്പിൾ പ്രസൻറ്റിൽ സംസാരിക്കാൻ ശ്രമിക്കുക വെൻ യു ആർ അപ്രോച്ചിങ് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ബിക്കോസ് ടിപ്പിക്കൽ ഡേ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്രോച്ച് എങ്ങനെയായിരിക്കണം, ആ ഒരു രീതിയിലായിരിക്കണം. ഓക്കെ, സോ ഐ ഹോപ്പ് യു പീപ്പിൾ ആർ വിത്ത് മീ. And when you give an approach, I started my day, I will start my day എന്നല്ല, I start my day, I reach my workstation എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. സിമ്പിൾ പ്രസൻറ്റിൽ പറയാം. പ്രിറ്റി സിമ്പിൾ, റൈറ്റ്? ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദിസ് തിങ്. ആൻഡ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വുഡ് ബി റോൾ മോഡൽ. ഈ മെൻഷൻ ചെയ്ത സുചിത്ര പറഞ്ഞതുപോലെ തന്നെ റോൾ മോഡലിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ആർ ദി എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എ നഴ്സ് എന്ന് ചോദിക്കാം. ഓക്കെ, ദെൻ വിച്ച് ഇസ് യുവർ ഡ്രീം ഡെസ്റ്റിനേഷൻ ടു വെയർ യു ആർ പ്ലാനിങ് ടു മൈഗ്രേറ്റ് എന്ന് ചോദിക്കാം. വാട്ട് ഗിവ്സ് യു ജോബ് സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ മോസ്റ്റ് റിവാർഡിംഗ് തിങ് ഫോർ യു എന്ന് ചോദിക്കാം. ഓക്കെ, ദെൻ വാട്ട് മേക്സ് യു എ ഗുഡ് നഴ്സ്, എന്താണ്, ഏത് ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് താങ്കൾ ബിലീവ് ചെയ്യുന്നത് താങ്കൾ ഒരു നല്ല നഴ്സാണെന്ന്. ഈ ഒപ്പീനിയൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴത്തേക്കും വാട്ട് മേക്സ് യു എ ഗുഡ് നഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ തിങ്ക് ഐ ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞിട്ടാണ്. ഈ ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും വെൻ യു ഗീവ് യുവർ അപ്രോച്ച്, ജസ്റ്റ് മേക്ക് എ നോട്ട് ദാറ്റ് ഐ തിങ്ക് പറയുമ്പോൾ നമ്മൾ അവിടെ ഡൗട്ട്ഫുൾ ആണെന്നുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് ഈ ക്വാളിറ്റി ഉണ്ട്, അതല്ല ഐ ബിലീവ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഐ ബിലീവ് I have good communication skills which helps me to interact with my patients in an effective manner.
whereby I'm able to address their concerns in an appropriate manner. ഓക്കെ എന്ന് നമുക്കവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ എപ്പോഴാണെങ്കിലും ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഐ ബിലീവ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. ഡോണ്ട് സേ ഐ തിങ്ക്, അല്ലേ? അങ്ങനെ പറയാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കാം. ഓക്കെ, സോ ദിസ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് ഓൾസോ വേറെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് റോൾസ് ഓഫ് എ നഴ്സ്, വാട്ട് ആർ ദ റീസെൻറ്റ് അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ യുവർ പ്രൊഫഷൻ. ഓക്കെ, ഇതെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വാട്ട് ഇസ് ഗോണ ബി യുവർ പീസ് ഓഫ് അഡ്വൈസ് ഫോർ ദി അപ്കമിങ് നഴ്സസ്. എന്തൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്ന അഡ്വൈസസ് ഫോർ ദി അപ്കമിങ് നഴ്സസ് അല്ലെങ്കിൽ ജൂനിയർ നഴ്സസിനോട് എന്തൊക്കെയാണ് പറയാനുള്ളത്? സോ ഇതൊക്കെയാണ് നമ്മൾ കോമൺലി കണ്ടുവരുന്ന ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി ഒരു അൺഫെമിലിയർ ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിലോ, ബിക്കോസ് ഇപ്പോൾ കൂടുതലും നമ്മളൊരു ക്വസ്റ്റ്യൻ ഒരു ഹൈപ്പ് കൊടുക്കുന്നുണ്ട്, വൈ ഡിഡ് യു കൺസിഡർ അല്ലെങ്കിൽ ഡു യു തിങ്ക് നഴ്സിംഗ് ഈസ് എ ലുക്രേറ്റീവ് പ്രൊഫഷൻ എന്നുള്ളൊരു കാര്യം, അല്ലേ? അപ്പോൾ ഒരു അൺഫെമിലിയർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ യെസ് ദീപ ഐ ഹോപ്പ് എന്ന് പറയാം. ഹോപ്പ് എന്ന് പറയുന്നതിനേക്കാളും ബിലീവ് ആയിരിക്കും കുറച്ചും കൂടി സ്യൂട്ടനാവുന്നതെന്ന് തോന്നുന്നു. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് എന്ന് പറയുന്നതും കുറച്ചും കൂടി നല്ലതായിരിക്കും. ഐ ബിലീവ്. ഓക്കെ, ഐ ബിലീവ് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ദീപയ്ക്ക് എന്ത് തോന്നുന്നു എന്ന് പറയുമ്പോൾ യെസ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് എന്ന് പറയുന്നതാണ്. ഹോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കൊന്നും ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഒരു സ്റ്റിൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഹോപ്പ്. ഹോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കൊന്നും എന്താണ്, എനിക്കങ്ങനെ ഒരു ആഗ്രഹം എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, സോ അതിനേക്കാളും ബെറ്ററാണ് ഐ ബിലീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് കുറച്ചും കൂടി ക്ലാരിറ്റി ആയെന്ന് തോന്നുന്നു. യെസ്, സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് തിങ്, ജസ്റ്റ് ലൈക്ക് എ മെൻഷൻ, നമുക്ക് ഈ വാം അപ്പ് ക്വസ്റ്റ്യൻ തന്നെ നമ്മളിപ്പോൾ ഒരു അൺഫെമിലിയർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗ യു ഗോൺ അപ്രോച്ച് ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. Okay, so what if you're getting an unfamiliar question and you didn't get the meaning of a particular word or a question? ഇപ്പോൾ അറിയില്ല അല്ലെങ്കിൽ അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ seek a clarification. That would be much more better, because approaching that particular question without getting any meaning and also giving an approach in that manner, ഇപ്പോൾ നമ്മളൊരു ബ്ലണ്ടർ ആണ് പറയുന്നതിനേക്കാളും ബെറ്റർ ആണ് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയാണ് ഒരു അപ്രോച്ച് കൊടുക്കുന്നത്. ഓക്കെ, imagine the situation when the person got this question for the very first time. Do you think nursing is a lucrative profession? അവിടെയും ഒരു ഒപ്പീനിയൻ ആയിരുന്നു ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നഴ്സിംഗ് ഒരു ലുക്രേറ്റീവ് പ്രൊഫഷൻ ആണെന്നുള്ളത്? അപ്പോൾ നമുക്കറിയില്ല വേർഡിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്താണോ വേർഡ് മനസ്സിലാവാത്തത് നമുക്ക് അതിൻ്റെ മീനിങ് ചോദിക്കാം. ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദിസ് തിങ് ദാറ്റ് ബിഫോർ അപ്രോച്ചിങ് ജസ്റ്റ് ക്ലാരിഫൈ ഇറ്റ് പ്രോപ്പർലി. ഓക്കെ, rather than giving a blunder or giving an answer in a blunder. So I would prefer you people asking a meaning of that particular question or the word, be it a word. ഓക്കെ, യെസ്, സോ നമുക്ക് അവിടെ എന്ത് മെൻഷൻ ചെയ്യാം? ഈ പറഞ്ഞ പോലെ തന്നെ സർ ഓർ മാം, കുഡ് യു പ്ലീസ് ടെൽ മീ ദ മീനിങ് ഓഫ് ദ വേർഡ് ലുക്രേറ്റീവ്, അല്ലെങ്കിൽ ഏതാണോ മനസ്സിലാവാത്തത് അതിൻ്റെ ഒരു മീനിങ് നിങ്ങൾ എന്താണ് അവരോട് ചോദിക്കുക. പറഞ്ഞതിന് ശേഷം നമുക്ക് അതിനൊരു അപ്രോച്ച് ചെയ്യാം. സോ ലുക്രേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഹവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ഇറ്റ് ഇൻ ആർ ലൈവ് സെഷൻസ്. പ്രോഫിറ്റബിൾ, ഏർണിംഗ് വർത്ത് ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ അവിടെ തന്നെ നമുക്ക് പറയാം ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ സെവറൽ ഫാക്ടേഴ്സ്. യെസ്, ഐ ഡു ബിലീവ് ദാറ്റ് നഴ്സിംഗ് ഈസ് എ lucrative profession, but I can say that it depends upon several factors. The first thing would be the location of the workplace and also the experience and the qualification of the nursing staff. So these are the factors which depend upon that. Moreover, I can also say that nursing is a profession which can definitely, with ocean of opportunities both native and abroad, so definitely I believe that it is this profession guarantees job security. Moreover, ഇറ്റ് ഗീവ്സ് എക്കണോമിക് സ്റ്റെബിലിറ്റി എന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? മെൻഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു പീപ്പിൾ ഗോട്ട് എൻ ഐഡിയ റിഗാർഡിംഗ് ദ സെയിം. ഓക്കെ, സോ അൺഫെമിലിയർ ഓർ ഫെമിലിയർ രണ്ടും. ഇപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അപ്രോച്ച് ചെയ്യുന്ന രീതിയും എന്തായിരിക്കണം? ഡിഫറെൻ്റ് ആയിരിക്കണം. ഓക്കെ, സോ ഇഫ് ദ പേഴ്സൺ ഇസ് ആസ്കിങ് യു, സോ ടെൽ മീ വൈ ഡിഡ് യു ചൂസ് ടു ബി എ നഴ്സ് ഓർ വൈ ഡിഡ് യു ചൂസ് ദിസ് പർട്ടിക്കുലർ പ്രൊഫഷൻ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വെൽ ഐ ചൂസ് നഴ്സിംഗ് ബിക്കോസ് ഓഫ് സെവറൽ റീസൺ എന്നല്ല, അവിടെയും നമ്മൾ പ്രോപ്പർ രീതിയിൽ തന്നെ പോകാൻ ശ്രമിക്കുക. ഓക്കെ, യെസ്, ഐ ചൂസ് നഴ്സിംഗ്, താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. വെൽ ഐ ചൂസ് നഴ്സിംഗ് ബിക്കോസ് ഓഫ് സെവറൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെയും നമുക്ക് വോയിസ് ഇൻറ്റോണേറ്റ് ചെയ്യാം. ഓക്കെ, ബിക്കോസ് നമ്മളൊന്ന് ഇത്രയും നാളായിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് തന്നെ എന്താകും, നമ്മുടെ അപ്രോച്ചും കുറച്ച് ഡിഫറെൻ്റ് ആവാൻ വേണമെന്നുണ്ടെങ്കിൽ, ലൈക്ക് പെട്ടെന്നൊരു ആൻസർ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും നമ്മുടെ അപ്രോച്ച് എന്താവാം, ആ രീതിയിൽ ആയി പോവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രമിക്കുക. ഡോണ്ട് ഡയറക്ട്ലി ജമ്പ് ഇൻ ടു ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ in a manner that you're already expecting the question എന്നുള്ള രീതിയിലാവരുത്. കുറച്ചും കൂടി എന്താണ് വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. ദിസ് ഇസ് ഓൾ അബൌട്ട് ദ വാം അപ്പ് പാർട്ട്. ഓക്കെ, ഇപ്പോൾ വാമപ്പിൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു, ഫെമിലിയർ ആവാം അൺഫെമിലിയർ ആവാം, ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്.
I'm just moving on to the next thing. So it's all about this next thing. The next thing would be your preparation time. അപ്പോൾ നെക്സ്റ്റ് തിങ് എന്താണ്? ഉടനെ വാമപ്പ് കഴിഞ്ഞാൽ ഉടനെ എന്തായിരിക്കും? പ്രിപ്പറേഷൻ ആയിരിക്കും നമുക്ക് വരിക. സോ ആ ഒരു ടൈം, പ്രിപ്പറേഷൻ ടൈം, നമുക്ക് എത്രയാണ് പ്രിപ്പറേഷൻ ടൈം വരുന്നത്? കുഡ് യു പ്ലീസ് കമൻറ്റ് ഡൗൺ? Yes. So how much time is given for you to prepare or read the card? യെസ്, ഡെഫിനറ്റ്ലി 3 minutes ടൈമാണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്തിനാണ്? ഈ കാർഡ് നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് യു ആർ സീയിങ് ദ കാർഡ് ഫോർ ദ വെരി ഫസ്റ്റ് ടൈം. മൈറ്റ് ബി ആ കേസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ആ കാർഡ് നമ്മൾ പുതിയതായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ യു വിൽ ബി ഗിവൻ 3 minutes ടൈം. യെസ്, താങ്ക് യു ഗൈസ്. സോ യു വിൽ ബി ഗിവൻ 3 minutes ടൈം ഫോർ യുവർ പ്രിപ്പറേഷൻ. സോ 3 മിനിറ്റ് തരും നമുക്ക് ആ കാർഡ് വായിക്കാൻ വേണ്ടിയിട്ട്. സോ വെൻ യു റീഡ് ദ കാർഡ്, നമുക്ക് ആ ഒരു 3 minutesൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ജസ്റ്റ് വായിക്കുക എന്നുള്ളതല്ല, ആ 3 minutes ടൈം നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക? യൂട്ടിലൈസ് ചെയ്യാം. സോ ഇവിടെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ നോക്കേണ്ടത്? സോ യെസ്, സോ വി ഹാവ് ടു ഫോക്കസ് ഓൺ സർട്ടൻ തിങ്സ് when we are making a use of this 3 minutes time given to you. So the first thing would be, card analysis. So there are certain things that we need to focus on. So I would say the most important thing is ആ കാർഡ് നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യുന്നു. ഓക്കെ, കാർഡ് അനാലിസിസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ കേസ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഈ കേസ് മനസ്സിലാക്കുന്നതിന് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? സെറ്റിംഗ് ആൻഡ് ബോത്ത് സിനാരിയോ. സെറ്റിംഗ് മാത്രം വെച്ചിട്ട് ഒരു കേസ് ഡിസൈഡ് ചെയ്യരുത്. സെറ്റിങ്ങിനെയും അതേപോലെ തന്നെ സിനാരിയോ രണ്ടും കൂടി നോക്കിയിട്ട് വേണം ഒരു കേസ് നിങ്ങൾ എന്ത് ചെയ്യാൻ, ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. Just like I have been telling you many a times, I've told all, in all of my live sessions that setting വെച്ചിട്ട് മാത്രം ഒരു കേസ് നമ്മൾ ഒരിക്കലും ഡിസൈഡ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് സെറ്റിംഗ് മേ ബി ക്ലിനിക് ആവാം, നമ്മൾ പറയുന്ന ഡിസ്ചാർജ് ആവാം. അപ്പം നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ തോന്നും. അപ്പോൾ ഇവിടുത്തത് വെച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുന്നത്. അപ്പോൾ സെറ്റിംഗ് വെച്ചിട്ട് മാത്രം ഒരു കേസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടില്ല. കേസ് ഐഡൻറ്റിഫിക്കേഷൻ ഷുഡ് ഓൾവേസ് ബി ഡൺ based on setting as well as scenario. So once we have made a confirmation on the type of case, എന്ത് ടൈപ്പ് ഓഫ് കേസാണ് നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഐ വുഡ് സേ റൈറ്റ് ദി ഇൻട്രോ. നിങ്ങൾ ആ ഇൻട്രോ എന്താണ് പറയേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ജോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഓക്കെ, എന്തൊക്കെ നമുക്ക് ആ ഇൻട്രോയിൽ പറയാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് ജോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഷോർട്ട് ഫോമിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഓക്കെ, ബിക്കോസ് ഇപ്പോൾ ലെങ്തി കാർഡാണ്, നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ടൈം അപ്പ് ആയി, യെസ് യു മേ സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വാട്ട് യു ക്യാൻ ഡു ഹിയർ ഇസ് യു മേ ജസ്റ്റ് ജോട്ട് ഡൗൺ ദ ഇൻട്രോ അ ബെറ്റ്. ഓക്കെ, യു ക്യാൻ ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദ ഇൻട്രോ ആൻഡ് വെൻ യു വിൽ ബി അപ്രോച്ചിങ് യു ക്യാൻ ഗിവ് you can approach in a very effective manner. അപ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻസും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദ സെയിം. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് തിങ് വുഡ് ബി, അപ്പോൾ കാർഡ് അനാലിസിസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിനകത്ത് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കുന്ന കാര്യമാണ് കേസ്, വാട്ട് കൈൻഡ് ഓഫ് എ കേസ് ഇറ്റ് ഇസ് എന്നുള്ളത്. സോ ദ നെക്സ്റ്റ് തിങ് വുഡ് ബി ജോട്ടിങ് ഓർ ഐഡൻറ്റിഫൈ ദ കീ വേർഡ്സ്. ഏതൊക്കെയാണ് നമുക്ക് കീ വേർഡ്സ് അതിനകത്ത് വരുന്നത്? ബിക്കോസ് എവറി ടാസ്ക് സ്റ്റാർട്ട്സ് വിത്ത് എ കീ വേർഡ്. അപ്പോൾ നമ്മൾ ആ കീ വേർഡ് ഏതാണെന്നുള്ളതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് പല രീതിയിലുള്ള കീ വേർഡ്സ് ആണ് നമുക്ക് വരുന്നത്. ഇത് ക്വസ്റ്റനിങ് ആവാം, അല്ലേ, എക്സ്പ്ലനേഷൻ വരുന്നതാവാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റനിങ് വരുന്നത് നിങ്ങൾക്ക് ഏതാണെന്നൊക്കെ ഉള്ളത് ഫാമിലിയർ ആണല്ലോ. ആസ്ക് ആവാം, ഫൈൻഡ് ഔട്ട് വരുന്നത് വരാം. അതുപോലെ തന്നെ എക്സ്പ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും എന്താണ്? ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് തന്നെയാണ്. ഓക്കെ, പിന്നെ ചെക്ക്. സോ ഇതൊക്കെയാണ് നമുക്ക് ക്വസ്റ്റനിങ്ങിന് വരുന്നത്. ആൻഡ് അതർ ദാൻ ദാറ്റ് എക്സ്പ്ലെയിനിങ്ങിന് വരുന്നതോ, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കീവേഡ്സ് ഏതൊക്കെയാണ്? ഡിസ്കസ്, യെസ്, യാ ഡെഫിനറ്റ്ലി ദീപ. എക്സ്പ്ലെയിൻ, ഫൈൻഡ് ഔട്ട്, ഡിസ്ക്രൈബ് വരാം. അപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കീവേഡ്സ് ഏതൊക്കെയാണ്? എക്സ്പ്ലെയിൻ വരാം, ഔട്ട്ലൈൻ വരാം, ഡിസ്ക്രൈബ് വരാം. ഓക്കെ, സോ ഇങ്ങനത്തെ വരുമ്പോഴത്തേക്കും നമ്മളതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണെന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ട്. സോ അവിടെയും നിങ്ങൾ ആ കീ വേർഡ് ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ജോട്ട് ഡൗൺ അല്ലെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് എൻ ഐഡിയ ഈ ഒരു പെർട്ടിക്കുലർ ടാസ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളതും നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. സോ ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദ സെയിം ഓൾസോ. ഓക്കെ, സോ അതർ ദാൻ ദാറ്റ്, സോ വാട്ട് ഇസ് ദ നെക്സ്റ്റ് തിങ്? അപ്പോൾ നമ്മൾ ഈ വായിക്കുന്ന സമയത്ത് തന്നെ യു ക്യാൻ ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ജോട്ടിങ് ഡൗൺ ദ ഫ്രേസസ് ഓൾസോ. എന്തുകൊണ്ടാണ് ഈ ജോട്ടിങ് ഡൗൺ ദ ഫ്രേസസിന് ഇമ്പോർട്ടൻസ് ഞാനിവിടെ പറയാൻ കാരണം? ബിക്കോസ് റെപ്പറ്റീഷൻസ് നമുക്ക് ഒഴിവാക്കാം. ഇപ്പോൾ ചിലർ പറയുമ്പോഴത്തേക്കൊന്നും യെസ് ഫൈൻഡ് ഔട്ട്, എക്സ്പ്ലോർ, ചെക്ക് ആൻഡ് ഡിസ്ക്രൈബ്, യെസ് അനുഗ്രഹ. സോ നമുക്ക് പലപ്പോഴും ഈ ഫ്രേസസ് എന്ത് ചെയ്യുന്നറിയോ, റെപ്പറ്റീഷൻസ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ആ ഫ്രേസസ് ഒന്ന് ജോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ഓക്കെ,
യെസ്, സോ ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദീസ് തിങ്സ്. സോ നമ്മൾ ആ 3 minutes ടൈം, ആ കാർഡ് അനാലിസിസിനുള്ള ടൈം എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫിൻ ചെയ്ത് തന്നത്. ഫസ്റ്റ് തിങ് നമ്മൾ വായിക്കുന്നത് സെറ്റിംഗ് ആൻഡ് സിനാരിയോ ആയിരിക്കും. സെറ്റിംഗ് സിനാരിയോ വായിച്ചിട്ട് കേസ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൻ്റെ ഇൻട്രോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ജോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഓക്കെ ആക്കി. ഇനി നെക്സ്റ്റ് തിങ് എന്താണ്? കീവേഡ്സ്. ഓരോ കീവേഡ്സിലും ഓരോ ടാസ്ക് ആണുള്ളത്. അപ്പോൾ ആ ടാസ്കിൽ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് എന്താണ് പറയേണ്ടതെന്നുള്ളത് നമുക്ക് ഐഡിയ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ പെർട്ടിക്കുലർ കീവേഡ് നിങ്ങൾക്ക് എന്താണോ കൺവേ ചെയ്യുന്നത് അത് നിങ്ങളൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. എക്സ്പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി ജോട്ടിംഗ് ഡൗൺ ദ ഫ്രേസസ് ഞാൻ പറഞ്ഞത് അവിടെ പലതും വരാം. എന്തൊക്കെയാണ് വരുന്നത്? ക്വസ്റ്റ്യൻ ഫ്രേസസ് ഉണ്ട്, ഓക്കെ, ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്യുന്ന ഫ്രേസസ് ഉണ്ട്, ചിലതിൽ നമ്മളെ അഷ്യോർ ചെയ്യേണ്ടി വരുന്നുണ്ട്, എംപത്തൈസ് ചെയ്ത് വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ അവിടെ എല്ലാം നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഒരു പർട്ടിക്കുലർ ടാസ്ക് ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അതും കൂടി ഒന്ന് ജോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു റോൾ പ്ലേ കാർഡ്. ഇപ്പോൾ നമുക്ക് റോൾ പ്ലേ കാർഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ടാസ്ക് ഫോമിൽ ആയിരിക്കും. അപ്പോൾ ടുവേർഡ്സ് ദി ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് ആ പറയേണ്ട ഫ്രേസസ്, ഐ മീൻ ക്വസ്റ്റ്യൻ ഫ്രേസസ്, ഏതൊക്കെ ടാസ്കിന് മുന്നേ ആണോ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തീരുമാനിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ആ വേർഡ് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. കൺസേൺ, ക്വസ്റ്റ്യൻ, ഓക്കെ, ആ വേർഡ്സ് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ആ റെപ്പിറ്റീഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദാറ്റ്. മോർ ഓവർ ഇപ്പോൾ യെസ്, അണ്ടർസ്റ്റാൻഡിങ് വേർഡ്സ് ആൻഡ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഇൻ ബിറ്റ്വീൻ. യെസ് അനുഗ്രഹ, ഡെഫിനറ്റ്ലി. ആൻഡ് ഓൾസോ നമുക്ക് ഈ പറയേണ്ട ക്ലാരിഫിക്കേഷൻ സീക്കേണ്ടതുണ്ട്, അല്ലേ? നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യം അവർ മനസ്സിലാക്കിയോ അല്ലെങ്കിൽ അവർക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണോ എന്നും നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്കിംഗ് ദി അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ പേഷ്യൻ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ വെൻ യു ഡു ദാറ്റ്, സോ വാട്ട് ഐ വോണ്ട് ടു ഡു ഇസ് ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദ വേർഡ്സ്. എന്താണോ നിങ്ങൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രേസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് വേർഡ് എഴുതിയാലും മതി. ക്ലിയർ, ഫോളോയിങ്, ഓക്കെ, അണ്ടർസ്റ്റാൻഡബിൾ, ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ്. അപ്പോൾ അവിടെ റെപ്പിറ്റീഷൻ ഒഴിവാക്കാം. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ദർ ഇസ് നോ മിസ്റ്റേക്ക് ഇൻ ഇറ്റ്, ബിക്കോസ് വി ആർ പ്രൊവൈഡിങ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദിസ് തിങ് ദാറ്റ് യു ആർ പ്രൊവൈഡിങ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ടു എ പേഴ്സൺ ഹു ഇസ് നോട്ട് ഫാമിലിയർ വിത്ത് ദിസ് തിങ്സ്, വാട്ട് എവർ യു ആർ കൺവേയിങ്. Okay, so whatever you're telling to the person is not familiar with this thing. So what you need to do is നമ്മൾ എന്ത് ചെയ്യുക, ആ സമയത്ത് പ്രോപ്പർലി ഇവർ പറയുന്ന കാര്യം നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യം അവർക്ക് മനസ്സിലായോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്കിംഗ് ദി അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ പേഴ്സൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ വെൻ യു ഡു സോ അവിടെ റെപ്പിറ്റീഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. കാരണം അത് കാർഡിൽ ഗീവൺ അല്ല, നമ്മൾ തന്നെ പറയുന്നതല്ലേ. പലപ്പോഴും റെപ്പിറ്റീഷൻ വരാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. സോ ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദാറ്റ് ഓൾസോ. ഓക്കെ, സോ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ഫ്രേസസ് എഴുതാം, ആൻഡ് ടുവേർഡ്സ് ദി റൈറ്റ് സൈഡ്, ബിക്കോസ് ടാസ്ക് കഴിഞ്ഞിട്ടുള്ള ഈ സൈഡിലായിരിക്കും നമുക്ക് വരിക. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ഫ്രേസസ് എഴുതാവുന്നതാണ്. ആൻഡ് ചില വേർഡ്സ് റെക്കമെൻഡേഷൻ, സജഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സജഷൻ ഫ്രേസ് യൂസ് ചെയ്യുക. സോ ഐ റെക്കമെൻഡ് യു ടു ഡു ദിസ് തിങ്, ആം ഐ ക്ലിയർ എന്നുള്ളതല്ല ചോദിക്കേണ്ടത്, അതവർ ചെയ്യുമോ എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. മനസ്സിലായോ? അവിടെ നമുക്ക് എന്ത് ചെയ്യാം? സോ വിൽ യു ബി ഏബിൾ ടു ഡു ഇറ്റ്, ഓർ ഹൗ ഡസ് ഇറ്റ് സൗണ്ട് ടു യു എന്ന് നമുക്ക് അവിടെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഓരോ ടാസ്കും ഡിമാൻഡ് ചെയ്യുന്ന എന്താണ്, അതാണ് ഈ കീ വേർഡ്സിന് ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞത്. ആ കീ വേർഡ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. സോ യു വിൽ ബി ഗെറ്റിംഗ് മച്ച് മോർ ക്ലാരിറ്റി ഓൺ ടു ആസ് ടു ഹൗ ടു അപ്രോച്ച് ദാറ്റ് പെർട്ടിക്കുലർ ടാസ്ക് എന്നുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. So just make a note of the same. Okay, so this is all about the card analysis. ഇനി നിങ്ങൾ കാർഡ് അനാലിസിസിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോ ഫസ്റ്റ് തിങ്, ദ കേസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഐ ഓൾറെഡി ടോൾഡ് യു ഫ്രം ദി സെറ്റിംഗ് ആൻഡ് ദ സിനാരിയോ വിൽ ബി മേക്കിംഗ് എ കൺക്ലൂഷൻ ഓൺ ടു വാട്ട് കൈൻഡ് ഓഫ് എ കേസ് ഇറ്റ് ഇസ്. ദെൻ keywords. It is very important that we make a note of the keywords. Just underline the keyword so that we'll be getting an idea a particular task demand ചെയ്യുന്നത് എന്താണ് എന്നുള്ളൊരു ഐഡിയ നമുക്ക് very clearly കിട്ടുന്നതായിരിക്കും. And moving on to the other thing, just like I mentioned, you can just jot down the phrases whatever you're going to use, because we'll be using a lot of phrases in between, like question phrases, clarification phrases, and also reassurance phrases, at the same time empathizing with the person. So make sure that you're not repeating it again and again, because നമ്മുടെ ഒരു ക്രൈറ്റീരിയയുടെ പാർട്ടാണ് ദാറ്റ് റിസോഴ്സസ് ഓഫ് ഗ്രാമർ ആൻഡ് എക്സ്പ്രഷൻ. അപ്പോൾ നിങ്ങളുടെ എക്സ്പ്രഷൻസ് എന്തായിരിക്കണം? ഡിഫറെൻ്റ് ആയിരിക്കണം. ഡോണ്ട് യൂസ് ദ സെയിം തിങ് അഗൈൻ ആൻഡ് അഗൈൻ. ഓക്കെ, so whereby you're giving an impression that you're having a limited vocabulary also. So kindly make a note of the same. I hope the card analysis part is clear to you, just how to make a analysis. Our 3 minutes preparation time നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഇൻട്രോ ജോട്ട് ഡൗൺ ചെയ്തു, അല്ലെങ്കിൽ കീവേഡ്സ് മാർക്ക് ചെയ്ത് വെച്ചു, നിങ്ങൾക്ക് പറയേണ്ട ഫ്രേസസ് ഒന്ന് ഷോർട്ടായിട്ട് നിങ്ങൾ എഴുതി വെച്ചു. ഫുൾ ഓൺ എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല, വേർഡ്സ് മാത്രം. ആ വേർഡ്, കൺസേൺ, ക്വസ്റ്റ്യൻ,
അതുപോലെ തന്നെ എന്താണ് ക്ലാരിഫിക്കേഷൻ, അങ്ങനെ വേർഡ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ റെപ്പറ്റീഷൻസ് ഒഴിവാക്കാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ടാസ്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രേസ് ആലോചിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഒരു ഹമ്മിങ് വരുന്നത്. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദിസ് ആൻഡ് ദിസ് തിങ് ടു യു, ആം ഐ അണ്ടർസ്റ്റാൻഡബിൾ എന്ന് വരുന്ന ആ ഒരു ഹമ്മും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഒരു ക്ലിയർ എന്നുള്ള വേർഡ്, ഇപ്പോൾ നമ്മുടെ ടാസ്ക്കാണ് ഈ ക്ലിയർ എന്നുള്ള വേർഡ് ഇവിടെ എഴുതി. സോ ദീസ് ആർ ദ തിങ്സ് യു നീഡ് ടു ഡു. സോ ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ഡാഷ് ആൻഡ് ഡാഷസ് ഹാവ് അഫക്റ്റഡ്. ആം ഐ ക്ലിയർ ടു യു? അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ആ വേർഡ് നമ്മൾ കണ്ണിലേക്ക് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മളത് കാണുമ്പോഴത്തേക്കും യു വിൽ ബി ഗെറ്റിംഗ് എൻ ഐഡിയ ഓൺ ടു ദ സെയിം. അതായത് ഇനി അവിടെ പറയേണ്ടത് എന്താണ് എന്നുള്ളൊരു ഐഡിയയും കൂടെ നിങ്ങൾക്ക് കിട്ടി. സോ യു വോണ്ട് ബി ഹാവിങ് എനി സോർട്ട് ഓഫ് കൺഫ്യൂഷൻ ദെയർ. ഓക്കെ, so I hope you got an idea regarding how to utilize the 3 minutes preparation time so as to give an impactful approach. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് പലപ്പോഴും ഈ ഹമ്മിങ് അതുപോലെ തന്നെ ചെറിയ ചെറിയ പോസസ് വരാനുള്ള കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ കാർഡ് അനാലിസിസ് പ്രോപ്പർലി ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടാസ്ക് ഓർഗനൈസ് ചെയ്യുക. ദാറ്റ് ഇസ് പ്രിറ്റി ഇമ്പോർട്ടൻറ്റ്. ഓർഗനൈസേഷൻ, ഇപ്പോൾ ടാസ്ക് നമ്മൾ ഓർഗനൈസ് ചെയ്യണം പ്രോപ്പർലി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓർഗനൈസ് ചെയ്യേണ്ട ഫാക്ടേഴ്സാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇൻട്രോ എഴുതുന്നു, അതുപോലെ തന്നെ കീവേഡ്സ് ജോട്ട് ഡൗൺ ചെയ്യുന്നു, കീവേഡ്സ് എന്താണെന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ജോട്ടിങ് ഡൗൺ ദ ഫ്രേസസ്. അപ്പം നമ്മൾ ഓൾറെഡി തന്നെ ആ ഒരു മോണോളോഗ് പോകുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് എവിടേക്കാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത്, എവിടേക്കാണ് ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്യേണ്ടത്, സോ ആസ് ടു കട്ട് ഓഫ് ദ മോണോലോഗ് സ്റ്റോൺ ഇൻ അവർ പ്രസൻറ്റേഷൻ. അതും നമ്മൾ പ്രോപ്പർലി എന്തായിരിക്കും മാർക്ക് ഔട്ട് ഓർഗനൈസ് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഇൻകോപ്പറേറ്റ് ദ other person into the conversation rather than speaking all by yourself. So just make a note of the same also. Okay, so task organization is something very important. പ്രോപ്പർലി ഓർഗനൈസ് ദ ടാസ്ക്. ആൻഡ് ഈ ഓർഗനൈസേഷനകത്ത് ഒരു കാര്യം കൂടി എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ആ 5 minutes ടൈം നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഡോണ്ട് സ്റ്റോപ്പ് ബിഫോർ ദ ടൈം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഈ കോണ്ടൻറ്റ് ബേസ് ചെയ്ത് മാത്രം സംസാരിക്കുന്നതാവരുത് നമ്മുടെ ഒരു OET സ്പീക്കിംഗ് എന്ന് പറയുന്നത്. കോണ്ടൻറ്റ് തീർന്നു അനുസരിച്ച് നമുക്കവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. Okay, so what I want to tell you is, you have been given 5 minutes time. Why are they giving you 5 minutes time? Actually, they are checking whether you are able to talk, based on that particular situation in the given time. ആ ഒരു given ടൈമിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നുള്ളതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോണ്ടൻറ്റ് തീരുന്നതനുസരിച്ച് I request you not to stop there. Okay, what you can do, അതാണ് നമ്മളിനി അടുത്ത പ്രസൻറ്റേഷനിൽ നോക്കാൻ പോകുന്നത്. സോ ദ വേ ഓഫ് യുവർ പ്രസൻറ്റേഷൻ, ഇനി പ്രസൻറ്റേഷൻ ടൈമിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ യുവർ വാം അപ്പ് ആൻഡ് യുവർ പ്രിപ്പറേഷൻ ടൈം കഴിഞ്ഞാൽ ഉടനെ വരുന്നതായിരിക്കും യെസ് അനുഗ്രഹ, വി ഹാവ് ടു സമ്മറൈസ്. വെരി ഗുഡ്. സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് തിങ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ദിസ് ഇസ് ഇറ്റ്, പ്രസൻറ്റേഷൻ. അപ്പോൾ നിങ്ങൾ പ്രസൻറ്റേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ OET സ്പീക്കിംഗ് ഈസ് ഓൾ അബൌട്ട് പ്രസൻറ്റേഷൻ ആസ് വി ഓൾ നോ. സോ നമ്മൾ 2 റോൾ പ്ലേ കാർഡ്സ് ആണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ 3 മിനിറ്റ് സമയം ടാസ്ക് പ്രോപ്പർലി ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗീവ് ആൻ ഇമ്പാക്ട്ഫുൾ പ്രസൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ പ്രസൻറ്റേഷൻ ടൈം നമുക്കറിയാം 5 minutes ആണ് നമുക്ക് പ്രസൻറ്റേഷൻ ടൈം തരുന്നത്. അപ്പോൾ ഈ 5 മിനിറ്റ് സമയം നമ്മൾ പ്രോപ്പർലി ഈ ടാസ്ക് ഓർഗനൈസ് ചെയ്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ഐ മെൻഷൻ, ഇറ്റ്സ് പ്രിറ്റി സിമ്പിൾ ടു ഗെറ്റ് A grade score. അപ്പോൾ അങ്ങനെ കിട്ടാനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. സോ ദിസ് ഈസ് ദീസ് ആർ സർട്ടൻ തിങ്സ് വിച്ച് വി വർക്ക് ഔട്ട് ഇൻ അവർ അക്കാഡമി ഓൾസോ ആൻഡ് യു മൈറ്റ് ഹവ് നോട്ടീസ് നമ്മുടെ റിസൾട്ട്സും. അപ്പോൾ സോ ദാറ്റ് ഇസ് വാട്ട് ഐ വോണ്ട് യു പീപ്പിൾ ടു ജസ്റ്റ് ഫോക്കസ് ഓൺ. ഓക്കെ, സോ ദ പ്രസൻറ്റേഷൻ, ഇനി നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ കൊടുക്കാനും ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമാണ് വോയിസ് ഇൻറ്റോണേഷൻ. സോ വൈ ഈസ് ദിസ് പ്രിറ്റി ഇമ്പോർട്ടൻറ്റ്? എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്? ഇൻറ്റോണേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റൈസ് ആൻഡ് ഫോൾ ഇൻ യുവർ വോയിസ്. ഓക്കെ, നമ്മുടെ വോയിസ് റൈസ് ചെയ്യുന്നതും ഫോൾ ചെയ്യുന്നതും, അല്ലെങ്കിൽ വോയിസ് മോഡുലേഷൻ. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വൈ സോ? ബിക്കോസ് യു പീപ്പിൾ ആർ അവെയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് യു ഹവ് ബീൻ ഗിവൻ എ പീസ് ഓഫ് പേപ്പർ ഇൻ വിച്ച് എവറിത്തിങ് ഈസ് ഗിവൻ ദർ, ദ കോണ്ടൻറ്റ് ഇസ് ഇൻ യുവർ ഹാൻഡ് ആൻഡ് യു ആർ പ്രസൻറ്റിംഗ് ബേസ്ഡ് ഓൺ ഇറ്റ്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കൊന്നും നമ്മുടെ അവിടെ നോക്കി വായിക്കുന്ന ഒരു ഇംപ്രഷൻ അടുത്തിരിക്കുന്ന ആൾക്ക് കിട്ടാൻ പാടില്ല, അല്ലെങ്കിൽ ആ കേൾക്കുന്ന ആൾക്കത് അസസറിനത് കിട്ടാൻ പാടില്ല. സോ വാട്ട് യു നീഡ് ടു ഡു ഇസ്, വെൻ യു ആർ മേക്കിംഗ് എ പ്രസൻറ്റേഷൻ, ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദിസ് തിങ് ദാറ്റ് യുവർ വോയിസ് ഇസ് മോഡുലേറ്റിംഗ് പ്രോപ്പർലി. അതർവൈസ് ദി അസസർ ഓർ ദി ലിസ്ണർ ക്യാൻ മേക്ക് ഔട്ട് സിംപ്ലി ദാറ്റ് യു ആർ റീഡിങ് ഫ്രം സംവെയർ. നോക്കി വായിക്കുകയാണെന്നുള്ളൊരു ഇംപ്രഷൻ അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. സോ വാട്ട് ഐ വോണ്ട് ടു ഡു, ഐ വോണ്ട് യു പീപ്പിൾ ടു ഫോക്കസ് ഇസ്, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇൻറ്റോണേറ്റിംഗ് യുവർ വോയിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്.
അതുകൊണ്ട് തന്നെ നമുക്ക് ചില സമയത്ത് ഈ ഇൻറ്റൊണേഷൻ ഒന്ന് ലാഗ് ആവുന്ന അല്ലെങ്കിൽ ഒന്ന് മാറുന്നത് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻസ് വരുമ്പോഴാണ്. ഈ കൺഫ്യൂഷൻ എപ്പോഴാണ് വരുന്നത്? ടാസ്ക് നമ്മൾ പ്രോപ്പർലി ഓർഗനൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കാർഡ് നമ്മൾ പ്രോപ്പർലി അനലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഈ കൺഫ്യൂഷൻ അപ്പോൾ എന്താകും? നമ്മുടെ വോയിസിലൂടെ റിഫ്ലക്റ്റ് ആകും. അവിടെയാണ് ചെറിയ ഹമ്മിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുന്നതും അതുപോലെ തന്നെ ചെറിയ പോസ് വരുന്നതും. സോ വി ക്യാൻ ജസ്റ്റ് ഓവർകം ദാറ്റ് ഓൾസോ. ഓക്കെ, സോ വോയിസ് ഇൻറ്റൊണേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദിസ് തിങ്. അപ്പോൾ വോയിസ് പ്രോപ്പർലി ഇൻറ്റൊണേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ത്രൂ ഔട്ട് അങ്ങ് ഇൻറ്റൊണേറ്റ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെൽ തോമസ് ഐ ക്യാൻ ടെൽ യു ദാറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട്. So this is something which I want you people to focus on. I hope that is clear. Voice intonation is very important. So as to ഒരു plain note ആവാണ്ട് അതുപോലെ തന്നെ so that the other person won't be getting the idea that എങ്ങനെയാണ് ലൈക്ക് ആ ഒരു നമ്മൾ നോക്കി വായിക്കുകയാണെന്നുള്ളൊരു ഇംപ്രഷൻ അവർക്ക് കിട്ടത്തുമില്ല. Can you explain how can we do intonation? Yes, just like I mentioned, Anugraha, നമ്മൾ ആ കീ വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു പോകാതെ. ഇപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞൊരു ടാസ്ക്കാണ്. എക്സ്പ്ലെയിൻ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞൊരു ടാസ്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ കോസസ് എന്ന് പറഞ്ഞൊരു ടാസ്ക്കാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കറിയാം എക്സ്പ്ലെയിൻ എന്നുള്ളതാണ് നമ്മുടെ കീ വേർഡ്. നമ്മളത് മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്കത് മനസ്സിലായി ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് കോസിനെ പറ്റി. അപ്പോൾ വിത്തിൻ ബ്രാക്കറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ കോസസ് എന്ന് പറഞ്ഞു പോവാതെ വെൽ ജോസഫ് ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ the causes of this condition എന്ന് പറഞ്ഞതിൽ ആ വോയിസ് അപ്പ് ആൻഡ് ഡൗൺ ഫോൾ ആവുന്നുണ്ട്. ഓക്കെ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ കോസ് എന്ന് പറയുമ്പോഴത്തേക്കൊന്നും അത് ഒറ്റ നോട്ടിലാണ് പോകുന്നത്. സോ അവിടെ നമ്മൾ കുറച്ചും കൂടി ആ പേഷ്യൻറ്റുമായിട്ട് ഒരു ഗുഡ് റാപ്പോ മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് വിഡ് ബി ഗിവിങ് എ മച്ച് മോർ ഇമ്പാക്ട് ടു ദ പ്രസൻറ്റേഷൻ. വെൽ ജോസഫ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ കോസസ് ടു യു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർലി ഒരാളോട് കോൺവേഴ്സ് ചെയ്യുന്ന രീതിയിലാണ്. ഓക്കെ, വോയിസ് ഇൻറ്റൊണേഷൻ എന്ന് പറയുമ്പോഴത്തേക്കൊന്നും നമ്മളിത് വായിച്ച് വിടുന്ന രീതിയിലാവരുത്, അവരുമായിട്ട് കോൺവേഴ്സ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ നൗ. അപ്പോൾ നമ്മൾ പ്രോപ്പർലി ഇൻറ്റൊണേറ്റ് ചെയ്യുക, റൈസ് ആൻഡ് ഫോൾ വരണം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ആ പേര് വിളിച്ചൊന്ന് തുടങ്ങുമ്പോഴും അതിന് നല്ലൊരു ഒരു പ്രോപ്പർ ഇമ്പാക്റ്റ് കിട്ടുന്നതായിരിക്കും. സോ ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദാറ്റ് തിങ്. ഓക്കെ, സോ ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ് വുഡ് ബി ഫസ്റ്റ് തിങ് ഇസ് ഇൻറ്റൊണേഷൻ ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ് റെപ്പറ്റീഷൻ. ജസ്റ്റ് ലൈക്ക് ഐ മെൻഷൻ, റെപ്പറ്റീഷൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് സിൻസ് ഇറ്റ് ഇസ് എ ലാംഗ്വേജ് ബേസ്ഡ് എക്സാമിനേഷൻ. നമുക്ക് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിക്കുള്ള എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഈ റെപ്പറ്റീഷൻസ് കൂടുതൽ വരുന്നത് ഞാൻ പറഞ്ഞ ഫ്രേസസിലാണ്. ജസ്റ്റ് ലൈക്ക് ഐ മെൻഷൻ ക്വസ്റ്റ്യൻ വേർഡ്സ്. ഇപ്പോൾ കൺസേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ചോദിക്കാതെ നമ്മൾ വേറെ വേർഡ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. മോറോവർ അതർ ദാൻ ദാറ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആ വേർഡ്സ് ജസ്റ്റ് ഒന്ന് ആ ഫുള്ള് ഫ്രേസ് എഴുതിയില്ലെങ്കിലും ജസ്റ്റ് വേർഡ്സ് ഒന്ന് ജോട്ട് ഡൗൺ ചെയ്ത് വെക്കാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, ആൻഡ് ദി നെക്സ്റ്റ് തിങ് വുഡ് ബി മെയിൻറ്റെയിനിങ് എ പ്രോപ്പർ IPR. So what is IPR? So it is interpersonal relationship. Just make a note that you're maintaining proper IPR with the person. സോ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞൊരു ടാസ്ക്, അപ്പോൾ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു എന്ന് പറഞ്ഞു പോവാതെ വെൽ ജോസഫ് ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ ദി കോസസ് ഓഫ് ദിസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് സംസാരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷനിൽ എല്ലാ കേസസും എന്താണ്? യെസ്, ഡെഫിനറ്റ്ലി ഒലീവിയ, കോളിംഗ് ദിയർ നെയിം. യെസ്, എക്സാക്ട്ലി. ആൻഡ് ഓൾസോ എല്ലാ സിറ്റുവേഷൻസിലും നമുക്കിപ്പോൾ റീഅഷുറൻസ് വേണമെന്ന് വരില്ല. ചില സിറ്റുവേഷൻസ് ആണ് വെൻ ദ പേഷ്യൻ ഇസ് ഓവർലി കൺസേൺ, അല്ലേ? അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ. ഇപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ സോ കുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഇസ് ദിസ് തിങ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിന് വരുന്ന പേഷ്യൻറ്റിനോട് നമ്മൾ ഒരുപാട് അങ്ങ് റീഅഷുർ ചെയ്യേണ്ട അവസ്ഥ വരില്ല. ബട്ട് സ്റ്റിൽ ദെൻ ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണോ അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം. സ്പീക്ക് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ, വാട്ട് ദ പെർട്ടിക്കുലർ റോൾ പ്ലേ ഈസ് ഡിമാൻഡിങ്. അതിനനുസരിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ചില കേസിൽ പറയുമ്പോൾ പറയാറുള്ള ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് പറയും അവിടെ ഒരു റീഅഷുറൻസിനുള്ള സ്കോപ്പ് ഇല്ലായിരുന്നു, അത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ദ പേഷ്യൻറ്റ് വാസ് നോട്ട് കൺസേൺ. ഇഫ് ദ പേഴ്സൺ ഇസ് ജസ്റ്റ് ആസ്കിങ് യു വെൽ നഴ്സ് കുഡ് യു പ്ലീസ് ടെൽ മീ അബൌട്ട് ദ കോസസ് എന്ന് പറയുകയാണെങ്കിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു മൈറ്റ് ബി വറീഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല. അവർ ജസ്റ്റ് കോസ് ചോദിച്ചതേ ഉള്ളൂ. ഐ അപ്രിഷിയേറ്റ് യുവർ ക്വസ്റ്റ്യൻ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു എന്ന് പറഞ്ഞാലും അവിടെ നമ്മൾ പ്രോപ്പർലി അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഈ പറഞ്ഞ ഫ്രേസസ് തന്നെ വേണമെന്നില്ല. അപ്പോൾ അവരിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് ദെയർ ക്യൂരിയോസിറ്റി ഓർ അക്കോർഡിംഗ് ടു സിൻസ് ദേ വോണ്ട് ടു ഗ്യാദർ നോളജ് അബൌട്ട് ഇറ്റ്, അതുകൊണ്ടാണ് അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ വാട്ട് വി ക്യാൻ ഡു ഹിയർ ഈസ് സ്പീക്ക് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. യെസ്, അപ്രിഷിയേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന് നമ്മൾ അവരെ അപ്രിഷിയേറ്റ് ചെയ്യാം ഡെഫിനറ്റ്ലി.
ഇപ്പോൾ ഒരു കൺസേൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എംപത്തൈസ് ചെയ്യാം. വെൽ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു മൈറ്റ് ബി വറീഡ് അബൌട്ട് ദിസ് തിങ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ എന്ന് മാത്രമല്ല വേറെയും സിറ്റുവേഷൻസ് പറയാം. ഓക്കെ, വേറെയും ഫ്രേസസ് യൂസ് ചെയ്യാം. വെൽ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മൈറ്റ് ബി ഓഫുൾ ഫോർ യു, ഓർ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു മൈറ്റ് ബി എ ബിറ്റ് വറീഡ് അബൌട്ട് ദ സിറ്റുവേഷൻ, ബട്ട് ഡോണ്ട് വറി, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദിസ് ടു യു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആൻഡ് അനദർ തിങ് ഐ വോണ്ട് യു ടു ഫോക്കസ് ഓൺ ഇസ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻറ്റ് ആരാണോ അതിനെയും കൂടി നമ്മളൊന്ന് പ്രോപ്പർലി ശ്രദ്ധിക്കാം. ഹൂ ഇസ് യുവർ ടാർഗറ്റ് ഓഡിയൻറ്റ്, അത് നമ്മൾ ഫോക്കസ് ചെയ്യണം. വൈ? ബിക്കോസ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ പേഷ്യൻസ് ഒരുപാട് കൺസേൺഡ് ആവാം, ചിലപ്പോൾ അവർ കൺസേൺഡ് ആവണമെന്നില്ല. ഓക്കെ, നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രോപ്പർലി ഒന്ന് ടാർഗറ്റ് ഓഡിയൻറ്റിനനുസരിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. സോ വാട്ട് ഇഫ് യു ആർ ടോക്കിംഗ് ടു എ സൈക്കാട്രിക് പേഷ്യൻറ്റ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ സോ അവിടെ നമ്മൾ കുറച്ചും കൂടി എന്താണ് ആ ഒരു സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ വേണം സംസാരിക്കാൻ. ഓക്കെ, ഡു യു നോ അബൌട്ട് യുവർ കണ്ടീഷൻ എന്ന് ചോദിക്കുന്നത് ഇറ്റ്സ് നോട്ട് ദ പ്രോപ്പർ വേ, റൈറ്റ്? സോ അവിടെ ടാർഗറ്റ് ഓഡിയൻ്റ് ആരാണോ എന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഫോർ ഇൻസ്റ്റൻസ്, ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞ ഒരാളോട് സംസാരിക്കുന്നതും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആദ്യമായിട്ട് വന്ന ഒരു ഫസ്റ്റ് വിസിറ്റിന് വന്ന ഒരാളോട് സംസാരിക്കുന്നതും ഇറ്റ് വുഡ് ബി എൻറ്റയർലി ഡിഫറെൻറ്റ് അല്ലേ? അപ്പോൾ ഹൂ ഇസ് യുവർ ടാർഗറ്റ് ഓഡിയൻറ്റ് അതുകൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുക ആൻഡ് സ്പീക്ക് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. വാട്ട് ഇഫ് യു ആർ ടോക്കിംഗ് വിത്ത് എ മദർ? Definitely, being a hospital situation, the mother will be anxious and very extremely concerned. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഡിമാൻഡ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കാര്യമാണ് എംപത്തി ആൻഡ് ഓൾസോ റീഅഷുറൻസ്, റൈറ്റ്? എംപത്തൈസിങ് വിത്ത് ദ മദർ, ലൈക്ക് ഞാനായിരുന്നെങ്കിലും അതുപോലെ തന്നെ ആയിരുന്നേനെ എന്നുള്ളൊരു പോയിന്റ് വരുന്നതും മോർ ഓവർ റീഅഷോറിങ് ദം. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻ്റ് ആരാണോ അത് നമ്മൾ നന്നായിട്ട് മനസ്സിലൊന്ന് ആലോചിക്കുക. അതിനുശേഷം വേണം നമ്മുടെ കോൺവെർസേഷൻ കൊണ്ട്. വാട്ട് ഇഫ് യു ആർ ടോക്കിംഗ് ടു എ സ്മോൾ ചൈൽഡ്, ലൈക്ക് ഇഫ് യു ആർ ടോക്കിംഗ് ടു എ ടീനേജർ ഓർ 18 ഓർ 17-year-old ചൈൽഡിനോടൊക്കെയാണ് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദ പേഴ്സൺ ഇസ് എ മൈനർ വൺ. സോ വാട്ട് വി നീഡ് ടു ഫോക്കസ് ഓൺ ഇസ് ആ ഒരു സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ സംസാരിക്കണം. ജസ്റ്റ് ലൈക്ക് ഐ മെൻഷൻ, ചില കേസസിൽ ആൾക്കാർ പറയുന്ന അല്ലെങ്കിൽ സ്റ്റുഡൻസ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് the task doesn't require more of the explanation or more of reassurance. ഒരുപാട് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ചില കേസസ് ഉണ്ട്. സോ just make a note of this thing. Who is your target audience? That doesn't mean that you're not supposed to use any kind of phrases. Definitely we need to use certain phrases in between. Okay, അപ്പോൾ ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഫ്രേസ് ഏതാണോ അതിനനുസരിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഈ പറയുന്ന ഫ്രേസസിൻ്റെ റെപ്പറ്റീഷൻസും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ടാണ് ജോട്ടിംഗ് ഡൗൺ ദ ഫ്രേസസ് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ നേരത്തെ ജസ്റ്റ് ഡിസ്കസ് ചെയ്തത്. I hope you got an idea regarding the same. So target audience, who is your target audience is something which you need to focus on and talk according to that situation. And now the next thing would be your just like I mentioned, ഇപ്പോൾ നമ്മൾ ടാസ്ക് 5 മിനിറ്റിൻ്റെ ടാസ്ക് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറഞ്ഞു. കോണ്ടൻറ്റ് ഫോക്കസ് ചെയ്ത് സംസാരിക്കരുത് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു. ഡോണ്ട് ജസ്റ്റ് ഫോക്കസ് ഓൺ ദ കോണ്ടൻറ്റ്. ഓക്കെ, അപ്പോൾ കോണ്ടൻറ്റ് മാത്രമല്ല, ഇപ്പോൾ കോണ്ടൻറ്റ് തീർന്നു കഴിഞ്ഞാൽ യു ക്യാൻ സ്റ്റോപ്പ് ദേ എന്നുള്ള കാര്യം വരുന്നില്ല. യു ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ദിസ് 5 minute ടൈമർ. അപ്പോൾ ഈ അനുഗ്രഹം നേരത്തെ കമൻറ്റ് ചെയ്ത പോലെ തന്നെ നമുക്കവിടെ എന്ത് ചെയ്യാം, സമ്മറൈസ് ചെയ്യാം. So we can summarize the stuff to them, right? So we can summarize the whole story, whatever we have discussed എന്നുള്ള കാര്യം പറഞ്ഞിട്ട് സമ്മറൈസ് ചെയ്യാം. ആൻഡ് ഈ സമ്മറൈസ് ചെയ്യുന്ന പാറ്റേണും നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. സോ ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് ദ ടൈമർ ഇസ് വിസിബിൾ ടു യു, നിങ്ങൾക്ക് വിസിബിൾ ആണ് ആൻഡ് യു ഗോട്ട് ടു ലേൺ ദാറ്റ് യു ഹാവ് എ ലോട്ട് ഓഫ് ടൈം ലെഫ്റ്റ്, ഒരുപാട് സമയം ബാക്കിയുണ്ട് അറൗണ്ട് കാരണം നമുക്കിപ്പോൾ ടാസ്കിൻ്റെ ലെങ്ത് എല്ലാം എപ്പോഴും വലിയ ടാസ്ക് തന്നെയാവും. നമുക്ക് വി കാൺ ജമ്പ് ഇൻ ടു എ കൺക്ലൂഷൻ, right? So just make a note of this thing that what if you're getting a short task. ഇപ്പോൾ ഷോർട്ട് ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു 5 to 6 പോയിൻറ്റ്സേ ഉള്ളൂ, അല്ലെങ്കിൽ 4 to 5 പോയിൻറ്റ്സേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആൻഡ് യു മെയ്ഡ് നോട്ട് ദാറ്റ് യു ഹാവ് നിയർലി അറൗണ്ട് 1 minute ലെഫ്റ്റ്. അപ്പോൾ നമ്മൾ ആ ഒരു 1 minute ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും? നമ്മൾ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നമ്മൾ സമറൈസ് ചെയ്യുന്ന പാറ്റേൺ ആണ്. യു കെയിം ഹിയർ വിത്ത് ദ കംപ്ലെയിൻ ഓഫ് ദിസ് തിങ്, ഐ ടോൾഡ് യു അബൌട്ട് ദിസ് തിങ് ആൻഡ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദിസ് തിങ് ആൻഡ് ഐ ഹോപ്പ്, പിന്നെ ബാക്കിയെല്ലാം നമ്മൾ റീഅഷുറൻസ് ആണ് പറയുന്നത്. ബട്ട് വാട്ട് ഐ വോണ്ട് യു ടു ഫോക്കസ് ഓൺ ഇസ് നമ്മൾ കൊടുത്ത ആ ഒരു അഡ്വൈസസ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ജോട്ട് ഡൗൺ ചെയ്യാം. മോർ ഓവർ വാട്ട് യു ക്യാൻ ഫോക്കസ് ഹിയർ ഇസ് നമ്മൾ ആ പറയുന്ന ശൈലി നമുക്ക് മാറ്റാം. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു ടോൺ ഉണ്ടാവുമല്ലോ, ഒരു പറഞ്ഞ പേസ് ഉണ്ടാവും, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് റെഡ്യൂസ് ചെയ്യാം. വെൽ തോമസ്, വുഡ് യു ലൈക്ക് ടു ആസ്ക് മീ എനി അതർ ക്വസ്റ്റ്യൻ? Okay, I guess I have discussed everything with you and you got an idea regarding this situation. Now, അപ്പോൾ സമയം ബാക്കിയുണ്ട്. So now I would like to summarize what we have been discussing for the time being. So you came here with a complaint of this thing, Joseph, and I told you that this is the particular situation. I gave you certain recommendations. I hope you remember it. Let me just recap once again it for you. Firstly,
യു ഹാവ് ടു ഡു ദിസ് തിങ് ദെൻ അങ്ങനെ പറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന ശൈലിയും കൂടി നിങ്ങൾക്കൊന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അവിടെ കുറച്ചും കൂടി നിങ്ങളൊന്ന്, ഞാനിവിടെ പറഞ്ഞത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും, ജസ്റ്റ് ആദ്യമേ പറഞ്ഞതിനേക്കാളും പേസ് ഞാൻ കുറച്ചും കൂടി ഒന്ന് കുറച്ചു. വൈ? ബിക്കോസ് നമ്മൾ ഒന്നും കൂടി റീക്യാപ്പ് ചെയ്ത് കൊടുക്കുക ഫോർ ദെയർ കൺവീനിയൻസ്, അവർക്കത് ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ആ ഒരു ശൈലിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി മച്ച് മോർ ഇമ്പാക്ട്ഫുൾ ഓൾസോ. അവർക്കത് മനസ്സിലാൻ വേണ്ടി, അവരുടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. സോ എപ്പോഴാണെങ്കിലും സമയം ബാക്കിയുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഇഫ് ദ ടൈമർ ഇസ് നോട്ട് വിസിബിൾ ടു യു ബട്ട് സ്റ്റിൽ ദെൻ സമയം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടിയും സമറൈസ് ചെയ്യുന്ന പാറ്റേണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. സോ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദ ടൈം ഇസ് സ്റ്റിൽ ലെഫ്റ്റ് വാട്ട് ഐ വോണ്ട് ടു ഡു ഇസ് നമ്മൾ പറഞ്ഞു കൊടുത്ത റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ പ്രിക്കോഷൻസ് അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടീഷൻ തൊട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ മിസ്റ്റേക്ക്. പിന്നെ ഒരിക്കലും അവിടെ റെപ്പറ്റീഷൻ വരുന്നു എന്ന് വിചാരിക്കേണ്ട, കാരണം നമ്മൾ തന്നെ പറയുന്നുണ്ട്, നമ്മൾ റീക്യാപ്പ് ചെയ്ത് കൊടുക്കുക, നമ്മൾ ഒന്നും കൂടി സമറൈസ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. സോ യു ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് ദാറ്റ് പാർട്ട്. ഓക്കെ, സോ ജസ്റ്റ് വെൻ യു ആർ ഗിവിംഗ്, വെൻ യു ആർ സമറൈസിങ്, ജസ്റ്റ് യൂട്ടിലൈസ് ദ ടൈം ബിക്കോസ് ദിസ് 5-minute timer is important. Don't stop before the time. That is a humble request from my side. ഓക്കെ, 5 മിനിറ്റ് സംസാരിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ, ആ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് കോൺവേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. സോ ജസ്റ്റ് മേക്ക് യൂട്ടിലൈസ് ദ ടൈം, മേക്ക് ജുഡീഷ്യസ് യൂസ് ഓഫ് ദ ടൈം. ഡോണ്ട് ഫോക്കസ് ഓൺ ദ കോണ്ടൻറ്റ് ഇറ്റ് സെൽഫ്. ആ കോണ്ടൻറ്റിനെ മാത്രം ബേസ് ചെയ്ത് സംസാരിക്കാൻ നിൽക്കരുത്. ജസ്റ്റ് ലൈക്ക് എ മെൻഷൻ, ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി നിങ്ങൾ ഫോക്കസ് ചെയ്യുക പ്രോപ്പർലി. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ടാസ്ക് നിങ്ങൾ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് കരുതി ആ കോണ്ടൻറ്റ് അവിടെ എന്താണ് നിങ്ങളുടെ ഓഡിയോ അസസ് ചെയ്യുന്നില്ല എന്നല്ല. ഡെഫിനറ്റ്ലി ആ ഓഡിയോ അസസ് ചെയ്യപ്പെടുന്നതായിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ടാസ്കിൻ്റെ ലെങ്ത് കണ്ടിട്ട് നിങ്ങളൊന്ന് റഷ് ചെയ്ത് വിടാമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. ബിക്കോസ് വെൻ എവർ യു ആർ പ്രസൻറ്റിംഗ് ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദിസ് തിങ് ദാറ്റ് ഇറ്റ് ഇസ് എ കോൺവെർസേഷൻ between a healthcare professional and a non-healthcare professional. അല്ലേ, ഒന്നുകിൽ നമ്മൾ പേഷ്യൻറ്റിനോടോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറിനോടോ ആണ് സംസാരിക്കുന്നത്. ആൻഡ് വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? യു പ്രൊവൈഡിങ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, യു ആർ എഡ്യൂക്കേറ്റിംഗ് എ പേഴ്സൺ. ഡെഫിനറ്റ്ലി ദ പേഴ്സൺ ഇസ് നോട്ട് അവെയർ ഓഫ് വാട്ട് എവർ യു ആർ ടെല്ലിങ് ദെം. അവർക്കറിയാൻ വയ്യാത്ത ഒരു കാര്യമാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഡോണ്ട് റഷ്. നമ്മൾ പറയുന്ന കാര്യം എത്രത്തോളം ഇമ്പാക്ട്ഫുൾ ആയിട്ട് നമുക്ക് അവരിലേക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നു, ദാറ്റ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദിസ് തിങ് ഓൾസോ. ഓക്കെ, സോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. റഷ് ചെയ്ത് പോകരുത് ഒരിക്കലും. ടാസ്ക് ലെങ്തി ആവാം, ചിലപ്പോൾ ഷോർട്ട് ആവാം. ഓക്കെ, ഷോർട്ട് ആവുമ്പോൾ ലാഗ് ആവുകയും ചെയ്യരുത്. നമ്മൾ സംസാരിക്കുന്ന നോർമൽ പേസ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബിക്കോസ് ഫ്ലുവൻസി എന്ന് പറയുന്ന ക്രൈറ്റീരിയയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരാൾ എത്ര സ്പീഡിൽ സംസാരിക്കുന്നു വിതൗട്ട് എനി ഹിൻഡ്രൻസസ് എന്നുള്ളതാണ്. പക്ഷേ OET കോണ്ടെക്സ്റ്റിൽ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് നോർമൽ പേസിലായിരിക്കണം നമ്മുടെ കോൺവെർസേഷൻ. യു ഷുഡ് നോട്ട് lag behind and also don't make it too fast because fluency എന്ന് പറയുമ്പോൾ you're talking with a common man, so we have to maintain a നോർമൽ പേസിൽ തന്നെ മാക്സിമം കോൺവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ടാസ്കിൻ്റെ ലെങ്ത് കൂടുമ്പോൾ പലപ്പോഴും ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യം, പീപ്പിൾ യൂസ് ടു റഷ്. I request you don't do that because that is not recommendable. Because നമുക്ക് ഫ്ലുവൻസിക്ക് 6 മാർക്സ് ആണുള്ളത്. നമുക്ക് ക്രൈറ്റീരിയ അറിയാമല്ലോ, ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ ആൻഡ് ഓൾസോ ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ. ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ അവിടെ 6 മാർക്സ് ആണ് ഫോർ ഈച്ച് സബ് ക്രൈറ്റീരിയോൺ. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദി clinical communication criteria, we have 3 marks each for each of the sub criterion. So just make a note of these things, whatever we have been discussing so far. Okay, so this is all about it. എങ്ങനെയാണ് നമ്മൾ ടാസ്ക് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ എങ്ങനെയാണ് പ്രോപ്പർലി ആ ഒരു ടാസ്ക് ഓർഗനൈസ് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ ടാസ്ക് ഓർഗനൈസ് ചെയ്തു, പ്രോപ്പർലി കേസ് ഐഡൻറ്റിഫൈ ചെയ്തു, എവിടേക്കാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതെന്നുള്ള കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്തു. സീക്കിംഗ് ക്ലാരിഫിക്കേഷൻ ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. മോറോവർ, ജസ്റ്റ് ലൈക്ക് ഐ ടോൾഡ് യു, reassuring and empathizing with the person is something very important rather than this thing. And most importantly, ma'am, only grammar mistakes in our speaking means we will get C+, ma'am. That doesn't, grammatical mistakes definitely is counted. They'll be looking into this part. But, just make a note of this thing, Olivia. Grammar വരുന്ന പോർഷൻ എവിടെയാണ് വരുന്നത്? ഇപ്പോൾ നമ്മുടെ ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയയിലാണ് ഗ്രാമാറ്റിക്കൽ റിസോഴ്സസ് ഓഫ് ഗ്രാമർ ആൻഡ് എക്സ്പ്രഷൻ എന്ന് വരുന്നത്. 6 മാർക്സ് ഫോർ ദാറ്റ്. അവർക്ക് റെഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 6 മാർക്കിൽ റെഡ്യൂസ് ചെയ്യാം. ബട്ട് യു ഹാവ് സ്റ്റിൽ അതർ ക്രൈറ്റീരിയാസ് ലെഫ്റ്റ് ഔട്ട്. സോ if you're making an impactful presentation there, then definitely you'll get a B band score. Not just a B band score, A band തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് മൊത്തത്തിൽ വരില്ലല്ലോ. ജസ്റ്റ് ലൈക്ക് ഐ മെൻഷൻ ടാസ്ക് ഓർഗനൈസേഷൻ, അവിടെ നമ്മൾ പ്രോപ്പർലി അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഈ പറഞ്ഞ പോലെ തന്നെ ക്രൈറ്റീരിയ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ നമുക്ക് ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയയിലാണ് ഈ ഗ്രാമർ എന്ന് പറയുന്ന പോർഷൻ വരുന്നത്. ജസ്റ്റ് ലൈക്ക് ഐ മെൻഷൻ റിസോഴ്സസ് ഓഫ് ഗ്രാമർ ആൻഡ് എക്സ്പ്രഷൻ 6 മാർക്സ്.
അവിടെ ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് റെഡ്യൂസ് ചെയ്യാം, നോട്ട് ദ ഹോൾ തിങ്. Okay, I hope Olivia that's clear to you. Yes, so then this is all about it. Just make, and most importantly, just like I mentioned you, target audience സ്പെസിഫിക് ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ഹൂ ഇസ് യുവർ ഓഡിയൻസ്, സ്പീക്ക് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെ സംസാരിക്കുക. ഓക്കെ, ബിക്കോസ് നമുക്കറിയാം സ്പീക്കിംഗ് നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു ബേസ് ഉണ്ട്. ലൈക്ക് ഇൻട്രോ പറയേണ്ടത് എങ്ങനെയാണ്, ഒരു ടാസ്കിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ വെൻ യു ആർ ഫോക്കസിങ് ഓൺ ദ ടാർഗറ്റ് ഓഡിയൻസ് ഓൾസോ, ദാറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ഗിവിംഗ് മച്ച് മോർ ഇമ്പാക്ട് ടു ദ പ്രസൻറ്റേഷൻ. നമ്മുടെ ആ ഒരു ഇമ്പാക്റ്റ് തന്നെ, നമ്മുടെ പ്രസൻറ്റേഷൻ ഇമ്പാക്റ്റ് തന്നെ കൂട്ടുന്നതായിരിക്കും. സോ ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു ജസ്റ്റ് ഫോക്കസ് ഓൺ that particular thing also. Okay, so I hope this much things are clear to you. Moreover, what if yes, okay Olivia, I hope that's clear. Moreover, ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ നമ്മുടെ 2-3 തവണത്തെ ടാസ്ക് റോൾ പ്ലേ കാർഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മേ ബി 2 ടോപ്പിക്സ് വരുന്നത് നമുക്ക് കഴിഞ്ഞ തവണയെ വന്നതും ഒരു കോഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിനോട് നമ്മൾ സ്മോക്കിംഗ് സെസേഷനെ പറ്റി പറയുന്നതായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ചിലപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് കോണ്ടൻറ്റ് സംസാരിക്കുന്ന വരാം. ബിക്കോസ് നമ്മൾ യൂഷ്വലി കണ്ടിട്ടുള്ള കാർഡ്സൊക്കെ ഒന്നെങ്കിൽ പ്രീ ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ്, അവിടെ നമ്മൾ ഈ പറയുന്നത് കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതും അതുപോലെ തന്നെ വല്ല ഡിസീസ് കണ്ടീഷൻ വരുമ്പോൾ ആ ഡിസീസ് കണ്ടീഷൻ റിലേറ്റ് ചെയ്ത് സംസാരിക്കുന്നതും അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് മാത്രം നമ്മൾ സംസാരിക്കുന്നു. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ദി വാട്ട് ഐ ഹാവ് നോട്ടീസ് ഇൻ ദ പെർട്ടിക്കുലർ കറൻറ്റ് സിനാരിയോ, ചിലപ്പോൾ നമ്മൾ 2 ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസ് വരുന്നു. ലൈക്ക് ഇൻ ദിസ് ദ പ്രീവിയസ് എക്സാമിനേഷൻ അവിടെ കോഫ് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റിനോട് നമ്മൾ സ്മോക്കിംഗ് സെസേഷനെ പറ്റിയിട്ട് പറയുകയാണ്. കോഫ് ഇസ് ദ മെയിൻ റീസൺ ഫോർ ദം, ദ ട്രിഗർ അതാണ്. സോ നമ്മൾ ആദ്യമേ സംസാരിക്കുന്ന എല്ലാം കോഫ് റിലേറ്റഡ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് വരുന്നത്, സ്മോക്കിംഗ് സെസേഷനിലേക്ക് വരുന്നത്. സോ വെൻ യു ഗെറ്റിംഗ് ഷിഫ്റ്റ് ഇൻ ടോപ്പിക് ഓൾസോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. കാരണം ഓൾറെഡി ജസ്റ്റ് ലൈക്ക് എ മെൻഷൻ, ഇഫ് യു ആർ പ്ലാനിങ് ദ ടോപ്പിക് അക്കോർഡിംഗ്ലി, യു ആർ ഓർഗനൈസിങ് ഇറ്റ് പ്രിറ്റി വെൽ, ദർ വോണ്ട് ബി എനി സോർട്ട് ഓഫ് കൺഫ്യൂഷൻ. Okay, so that is something which I want you to focus on. Pinne most importantly, giving an impact to the presentation is something very important. So I hope these much things are very clear to you. We were having a discussion on how to secure an A grade for the speaking examination. First thing, just like I mentioned, it is very important that you give an impactful presentation from the beginning itself. ഞാൻ റോൾ പ്ലേ ആകുമ്പോഴത്തേക്കൊന്നും ഒരു ഇമ്പാക്റ്റ് കൊടുക്കാം എന്നുള്ളതല്ല, ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് നമ്മൾ എങ്ങനെ ഒരു ഇമ്പാക്റ്റ് കൊടുക്കുന്നു എന്നാണ് ഇമ്പോർട്ടൻറ്റ്. ഇൻ വിച്ച് ദ വാം അപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗീവ് ആൻ ഇമ്പാക്ട്ഫുൾ പ്രസൻറ്റേഷൻ ഫ്രം ദെയർ ഇറ്റ് സെൽഫ്. ഇനി ഫെമിലിയർ അൺഫെമിലിയർ 2 കാറ്റഗറി വരാം. ഫെമിലിയർ ആണെന്നുണ്ടെങ്കിൽ ചാടിക്കേറിയ ഒരു റെസ്പോൺസ് പറയാതിരിക്കുക, അപ്രോച്ച് ചെയ്തിട്ട് പ്രോപ്പർലി, ലൈക്ക് അവിടെയും നമുക്ക് വോയിസ് ഇൻറ്റോണേഷൻ അങ്ങനെ തന്നെ പ്രോപ്പർലി ഫോക്കസ് ചെയ്യാം. ബിക്കോസ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെ എപ്പോഴും ഡെയിലി കാര്യം തന്നെ പറയുമ്പോഴത്തേക്കൊന്നും മേ ബി ആ ഒരു ശൈലിയിൽ അങ്ങ് പറഞ്ഞു പോകും. അത് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക. വേ ഓഫ് പ്രസൻറ്റേഷൻ അവിടെ നിന്ന് ഫോക്കസ് ചെയ്യാം. ദെൻ കമ്മിങ് ടു ദി പ്രിപ്പറേഷൻ ടൈം, ജസ്റ്റ് ലൈക്ക് എ മെൻഷൻ, മേക്ക് എ ജുഡീഷ്യസ് യൂസ് ഓഫ് ദാറ്റ് 3 minutes preparation time. Analyzing the card properly, identifying the case, writing down or jotting down the introduction brief-ആയിട്ട് jot down ചെയ്യുന്നു. അതിനുശേഷം കീ പോയിൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. കീ പോയിൻറ്റ്സ് അവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കീ വേർഡ്സിൽ നമുക്കറിയാം എന്താണ് ആ പർട്ടിക്കുലർ ടാസ്ക് ഡിമാൻഡ് ചെയ്യുന്നതെന്നുള്ളത് അറിയാം. പിന്നെ ഡോണ്ട് ടോക്ക് ഓൾ ബൈ യുവർ സെൽഫ്. ഓക്കെ, ഇപ്പോൾ ചില ടാസ്കിലെ ലെങ്ത് കാണുമ്പോൾ നമ്മൾ തനിയെ സംസാരിച്ച് പോകുന്ന ഒരു പാറ്റേൺ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഐ ഡോണ്ട് വോണ്ട് യു ടു ഫോക്കസ് ഓൺ ദാറ്റ്. സോ ഇൻവോൾവ് ദ പേഷ്യൻ ഇൻ ടു ദ കോൺവെർസേഷൻ. ഇൻകോപ്പറേറ്റിംഗ് ദ പേഴ്സൺ ഇൻ ടു ദ കോൺവെർസേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആസ്ക് ക്വസ്റ്റ്യൻസ് ഇൻ ബിറ്റ്വീൻ, ബിക്കോസ് നമുക്ക് അവരുടെ ഐഡിയാസ് അല്ലെങ്കിൽ അവരുടെ ഔട്ട്പുട്ടും കൂടി നമ്മുടെ ആ ഒരു കോൺവെർസേഷനിലേക്ക് വേണം. എക്സ്പ്ലോർ ചെയ്യുക അവരുടെ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ, അവർക്ക് പർട്ടിക്കുലർലി എന്തെങ്കിലും അറിയാനുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യാം. ആൻഡ് മോർ ഓവർ, ജസ്റ്റ് ലൈക്ക് എ മെൻഷൻ, ഫ്രേസസ്, എവിടെയൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെ ക്ലാരിഫിക്കേഷനാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത്, ജസ്റ്റ് ആ വേർഡ്സ് നിങ്ങളൊന്ന് ഷോർട്ടായിട്ടൊന്ന് ജോട്ട് ഡൗൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ റെപ്പറ്റീഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വെൻ യു ഗീവ് യുവർ പ്രസൻറ്റേഷൻ, just give it in an impactful manner. Just like I mentioned, നമ്മൾ ഒരാളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. Don't imagine that the person sitting in front of you is an interlocutor. Definitely the person is, but still then അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന പേഷ്യനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണെന്നുള്ളൊരു പോയിന്റിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇമ്പാക്റ്റ് അതിനുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ് നമ്മുടെ മനസ്സിലുണ്ടായാൽ തന്നെ, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാന്ന് മനസ്സിലായാൽ തന്നെ നമ്മുടെ അപ്രോച്ച് എവറിത്തിങ് വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ, ബിക്കോസ് നമ്മളവിടെ റഷ് ചെയ്യില്ല. വൺ തിങ്, ടാസ്ക് കോണ്ടൻറ്റ് ബേസ് ചെയ്ത് സംസാരിക്കുന്നത് അത് ജസ്റ്റ് കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ കോണ്ടൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് സംസാരിക്കുമ്പോഴത്തേക്കൊന്നും ടാസ്ക് ലെങ്തി ആണ്, നമുക്ക് പെട്ടെന്ന് കവർ ചെയ്ത് തീർക്കണം എന്നുള്ളൊരു പോയിന്റ് വരും. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു എന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. സോ ഐ ഹോപ്പ് യു വിൽ ബി ഫോക്കസിങ് ഓൾ ദീസ് തിങ്സ്, ബിക്കോസ് ഇഫ് യു വിൽ ബി ഫോക്കസിങ് ദീസ് തിങ്സ്, ഐ ക്യാൻ അഷ്യൂർ യു ദാറ്റ് ഡെഫിനറ്റ്ലി യു വിൽ ബി ഏബിൾ ടു
get a A grade score itself. 450 ആണ് നമ്മുടെ മിഷൻ എന്ന് പറയുന്നത്. So just make a note of these things. I hope this session was informative for you. You'll be making a note of these things. And thank you for listening to me all these while, guys. And thank you for joining also. I felt happy that you people were with me, and also you were, commenting down. You were asking questions also. So I hope things are clear. You don't have any questions to me. That is what I suppose. So thank you for listening to me. Once again, I want to wish you, whoever is approaching, giving their exam on this Saturday, give your best. Just make a note of these things. ഇനി നമുക്ക് 2-3 ദിവസം ബാക്കിയുണ്ട്. നിങ്ങൾ ഈ സ്ട്രാറ്റജീസ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. Thank you so much for listening, and I wish you all the very best. I'll be praying for you from here. Yes. So thank you guys once again. Just give your best. Thank you.